കാഹളം മുഴങ്ങി. മൂന്നാം ലോക മഹായുദ്ധത്തിന് കളമൊരുങ്ങുന്നുവോ? നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. പ്രളയങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും മുന്നറിയിപ്പുകൾക്ക് ശേഷം ഇതാ ലോകം വലിയൊരു യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടിലേക്ക് വഴുതി വീഴുകയാണ്. പോരാളികളെന്ന് പിന്തുണയ്ക്കുന്നവർ വിളിക്കുന്ന ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ അതിക്രൂരവും ഹീനവുമായ അക്രമ പരമ്പര ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടതോടെ ലോകം മറ്റൊരു മഹായുദ്ധത്തിൻ്റെ വക്കിലാണ്. അല്ലാഹു അക്ബർ വിളികളുടെ അകമ്പടികളോടെ സ്ത്രീകളോടും കുട്ടികളോടും അടക്കം ഹമാസ് നടത്തിയ പൈശാചിക അതിക്രമങ്ങളുടെയും കൊലകളുടെയും വീഡിയോകൾ ലോക മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ക്രൂരതയെ പ്രതിപ്പോലും ആഹ്ലാദം പ്രകടിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വിഭാഗം പ്രകടനങ്ങളും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളുമായി രംഗത്തെത്തി എന്നത് വരാനിരിക്കുന്ന ചേരിതിരിഞ്ഞുള്ള യുദ്ധത്തിൻ്റെ ദുസൂചനകളാണ്. ഹമാസിൻ്റെ ക്രൂരതകൾക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തത് ഇറാനാണ്. ഭക്ഷണവും വെള്ളവുമില്ല, ഇസ്രായേൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നതിനാൽ പരമദാരിദ്ര്യമാണെന്ന് പറഞ്ഞവർ തന്നെയാണ് 5000 റോക്കറ്റുകൾ തൊടുത്തുവിട്ട് അത്യാധുനിക ആയുധങ്ങളുമായി ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ കര, കടൽ, ആകാശമാർഗങ്ങളിലൂടെ ആക്രമിച്ചത്. അതായത് ഹമാസ് ഒറ്റയ്ക്കല്ല, അവർക്ക് വേണ്ടുവോളം ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. തുർക്കിയും ഖത്തറും ഹമാസിൻ്റെ ക്രൂരതകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ വൈകാതെ തന്നെ സ്വയം അവരുടെ നയം വ്യക്തമാക്കും. സൂക്ഷ്മമായ ആസൂത്രണത്തോടെ ഹമാസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ പരിണത ഫലങ്ങൾ അവർക്ക് കൃത്യമായി അറിയാം. അവർക്ക് മാത്രമല്ല, അവരെ പുറമേ നിന്ന് നിയന്ത്രിക്കുന്നവർക്കും നന്നായി അറിയാം. ഇസ്രായേൽ തിരിച്ചടിക്കും. അത് ഒരു 1.5 അടി തന്നെയായിരിക്കും. അക്കാര്യം ആക്രമണം ആസൂത്രണം ചെയ്തവർക്ക് നന്നായി അറിയാം. അവർ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. മതലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്ത് നാശവും ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുന്നവരാണ് അവർ. അമേരിക്കയും UK-യും ഇന്ത്യയും അടക്കമുള്ള പ്രമുഖ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമാണ്. വിവിധ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യുദ്ധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് അമേരിക്ക ഇസ്രായേലിന് അത്യാധുനിക ആയുധശേഖരം കൈമാറുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ആരും അതൊന്നും ചർച്ചയാക്കാത്തത് ഈ യുദ്ധത്തിൻ്റെ മതപരമായ മാനം മുന്നിൽ കണ്ടാണ്. ജൂതന്മാരെ ജന്മശത്രുക്കളായി കാണുന്ന പ്രത്യയശാസ്ത്രം പേറുന്ന രാജ്യങ്ങൾ യൂതനെതിരെ അണിനിരക്കണം. ഓരോ ജൂതനോടും കടുത്ത വെറുപ്പ് മതാടിസ്ഥാനത്തിൽ തന്നെ കാത്തുസൂക്ഷിക്കുന്നവർ ഏതു വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ കാര്യത്തിൽ ഒന്നിക്കും എന്ന് തീർച്ചയാണ്. അതിൻ്റെ സൂചനയാണ് തുർക്കിയും ഇറാഖും ഖത്തറും പ്രകടിപ്പിച്ചത്. ഈ യുദ്ധത്തിൽ പാശ്ചാത്യ ലോകം കടുത്ത ഭീഷണി നേരിടുക സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും. അഭയാർത്ഥികളായി നുഴഞ്ഞുകയറിയവർ അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും. അവരെ നിയന്ത്രിക്കാനാകും ആ രാജ്യങ്ങൾ ഏറ്റവും അധികം കഷ്ടപ്പെടുക. തീവ്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയും. അതിൻ്റെ സൂചനകൾ കേരളത്തിൽ നിന്ന് തന്നെ വന്ന ചിലരുടെ പ്രസ്താവനകളിൽ നിന്ന് ഊഹിച്ചെടുക്കാം. ഇപ്പോൾ അക്രമം നിർത്താൻ ആവശ്യപ്പെട്ട ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഭാവിയിൽ തീവ്ര ഇസ്ലാമിക ശാക്തിക ചേരിയുടെ ഭാഗമാകാനാണ് സാധ്യത. ഏതാനും ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ തിരിച്ചടിയിൽ തന്നെ ഗാസ വീഴും. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങൾ ഉണരാം. അവർ അപ്പോൾ ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കടുത്ത അമേരിക്ക വിരോധത്താൽ അവരോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെയും അമേരിക്കയെയും എതിർക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഒരുപക്ഷെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ നയിക്കും. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. ഈ പറഞ്ഞതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അതിനാൽ പ്രാർത്ഥനയോടെ ഈ കാലത്തെ വിവേചിച്ചറിഞ്ഞ് നമുക്ക് ഒരുങ്ങിയിരിക്കാം.